നെഹ്റു നിങ്ങളെ ചത്ത കുതിര എന്ന് വിളിച്ച് അകറ്റി നിർത്തിയത് എന്തിനാണ്? നിങ്ങളിപ്പോ വലിയ തോതിൽ പറഞ്ഞല്ലോ, നെഹ്റുവിനെ നിങ്ങൾ വിശേഷിപ്പിച്ചല്ലോ. അതേ നെഹ്റു നിങ്ങളെ ചത്ത കുതിര എന്ന് വിളിച്ച് എന്തിനാണ് അസ്പൃശ്യത കാണിച്ച് അകറ്റി നിർത്തിയത്? നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണ്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കേമത്വം എന്ന് പറയേണ്ട, സ്വന്തം പേരിൽ പോലും മതം ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന വർഗീയവാദികളാണ് നിങ്ങൾ കപട മതേതരവാദികളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്. ഒന്നാം നമ്പർ. നിങ്ങൾ പാകിസ്ഥാൻ വാദം പറഞ്ഞ പാകിസ്ഥാൻ അതേ പാർട്ടിയുടെ ബാക്കിയുള്ള ആളുകൾ തന്നെയാണ്. ഒരു സംശയമില്ല. നിങ്ങൾ കേരളത്തിലടക്കം പാകിസ്ഥാന് വേണ്ടി ഇറന്ന ആളുകളാണ്. നെഹ്റു നിങ്ങളെ ചത്ത കുതിര എന്നാ വിളിച്ചത്. നിങ്ങളുടെ കയ്യിലിരിപ്പ് നെഹ്റുവിനെ പോലും അറിയാമായിരുന്നു. നിങ്ങളുടെ കയ്യിലിരിപ്പ് നെഹ്റുവിനെ പോലും അറിയാമായിരുന്നു. പറയട്ടെ സന്ദീപേ, പറയട്ടെ. നിങ്ങളാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. സന്ദീപേ, നിങ്ങളാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. ഞങ്ങൾ ആ നെഹ്റുവിന്റെ നെഹ്റുവിന് പോലും അറിയാമായിരുന്നു. നിങ്ങൾക്ക് വിശേഷിപ്പിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. അതേ നെഹ്റുവാണ് നിങ്ങളെ ചത്ത കുതിര എന്ന് വിളിച്ചത്. കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ വല്ലഭായ് പട്ടേൽ നിരോധിച്ച ആ പട്ടേലിനെ നിങ്ങൾ സ്മാരകം പഠിച്ചത്. നിങ്ങൾ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം റൂട്ട് മാർച്ച് ചെയ്ത പ്രസ്ഥാനമാണ് RSS. അതേ നെഹ്റു ക്ഷണിച്ച് 63 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പരേഡ് നടത്തിയ പ്രസ്ഥാനമാണ് RSS. അത് നിങ്ങൾ മറക്കണ്ട. നിങ്ങളെ മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നാ നെഹ്റു വിളിച്ചത്. എന്നിട്ട് ആ നെഹ്റുവിനെ നിങ്ങൾ അങ്ങനെ പൊക്കി പറയുന്നുണ്ടല്ലോ, മഹാനെന്ന് പറയുന്നുണ്ടല്ലോ. അതേ നെഹ്റു നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഭരണഘടനയോട് പങ്കാളിത്തമുള്ള ഭരണഘടന അംഗീകരിക്കുന്ന പാർട്ടിയ മുസ്ലിം ലീഗ്. നിങ്ങൾക്ക് ഭരണഘടനയോട് എന്ത് വിധേയത്തുള്ള നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ പോലും മതമല്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ പോലും മതമല്ലേ? അത് മാറ്റിയിട്ട് മതേതരത്വം പറയും മിസ്റ്റർ. അതിനെന്താ തെറ്റ്? നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ പോലും മതമല്ലേ? നിങ്ങൾ മതം എന്ന് പറയുന്നത് ഇന്ത്യൻ ലീഗ് എന്ന് പേരിട്. നിങ്ങൾ മതയുടെ പാർട്ടിയാണെങ്കിൽ മുസ്ലിം എന്ന് മാറ്റ്. നിങ്ങൾ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ? മതം ഭക്ഷിച്ച് വോട്ട് പിടിക്കുന്ന നിങ്ങൾ മതം പ്രസംഗിച്ച് മതം ഭക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നവരാണ്. നിങ്ങൾ ഒന്നാം നമ്പർ വർഗീയവാദികളാണ്. കരുതുക, ഞങ്ങൾ ഒരു മതവും അപകടമാണെന്ന് കരുതുന്നില്ല. നിങ്ങളുടെ മത പാർട്ടിയല്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ മതമില്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ മതമില്ലേ? ഞങ്ങൾ എന്തിനാ മതത്തെ തള്ളി പറയുന്നത്? നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ തന്നെ മതമില്ലേ? നിങ്ങളുടെ പാർട്ടിയിൽ എത്ര ഹിന്ദുക്കൾ പ്രധാന സ്ഥാനങ്ങളിലുണ്ട്? നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പൊസിഷനുകൾ എത്ര ഹിന്ദുക്കളുണ്ട്? ഏറ്റവും അവസാനം വരുന്ന ഒരു നിവൃത്തിയുമില്ലെങ്കിൽ പട്ടികജാതി സംവരണം വരുമെങ്കിൽ മലപ്പുറത്തൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വെച്ചിട്ടുണ്ടാവും. അതിനപ്പുറം ആരുണ്ട്? നിങ്ങളുടെ പാർട്ടിയിൽ എത്ര അന്യമതസ്ഥരുണ്ട്? എവിടെയുണ്ട്? പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അന്യമതസ്ഥരില്ല. നിങ്ങളൊരു മതവർഗീയ പാർട്ടിയാണ്. നിങ്ങളൊരു മതവർഗീയ പാർട്ടിയാണ്. നിങ്ങൾ മതേതരത്വം പ്രസംഗിക്കരുത്. ഞാൻ പറയട്ടെ അങ്ങൊന്ന് സമയം. മുസ്ലിം ലീഗ് ഒരു മതവർഗീയ പാർട്ടിയാണ്. കാടടിച്ച് വെടിവെക്കുന്ന ഒരു മതവർഗീയ പാർട്ടിയാണ്. നിങ്ങൾ ഈ രാജ്യത്ത് നെഹ്റു പോലും തള്ളിക്കളഞ്ഞതാണ്. അങ്ങയുടെ സ്വഭാവം ഇതാണ്. നിങ്ങൾ പറയുന്നത് ഞാനും പറയും. മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഈ രാജ്യത്ത് 10 ലക്ഷം പേര് കൊല്ലാണ്ടായ വിഭജനത്തിന് ഉത്തരവാദികളാണ്. നിങ്ങൾ ഈ രാജ്യത്ത് വിഭജനത്തിന് ഉത്തരവാദികളാണ്.